അമ്മ, നീ എന്താ ഇപ്പോഴേ വന്നത്? ഇന്ന് സ്കൂളിൽ ക്ലാസ് ഇല്ലേ? അമ്മ ഇന്ന് ഉച്ചവരെ ഉള്ളൂ. എനിക്ക് വിശക്കുന്നു. എന്തേലും കഴിക്കാന്താ? സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറ് കിട്ടിയില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളോണ്ട് ചോറൊന്നും തന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ എന്തേലും കഴിക്കാനുണ്ടോന്ന്. ഇതെന്തോന്നമ്മ, ഒന്നും ഉണ്ടാക്കിയില്ലേ? എനിക്ക് വിശക്കുന്നു. എന്തേലും കഴിക്കാന്താ? അതിന് അമ്മ മോന് വേണ്ടി ഊണ് വാങ്ങാൻ പോയതല്ലേ. മോൻ ഇവിടെ ഇരിക്കെ, അമ്മ പോയി മോന് വേണ്ടി ഊണ് വാങ്ങിച്ചിട്ട് വരാം. ഞാൻ ഉച്ചയ്ക്ക് എത്തുമെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ അമ്മ ടീച്ചറിനെ വിളിച്ചു. ഓ, ടീച്ചർ പറഞ്ഞ? പിന്നെ മോൻ ഇവിടെ ഇരുന്ന് പഠിക്ക്, അമ്മ പോയി മോന് വേണ്ടി ഊണ് വാങ്ങിയിട്ട് വരാം. ശരി അമ്മ. ഓ, മനസ്സിലായി. നാളെ അല്ലേ? നാളെ 15 ബംഗാളികൾ സൈറ്റിലുണ്ടാകും. ഉറപ്പായിട്ടും കൊണ്ടുവരും. അതിന്ന് കുറച്ച് ബംഗാളികളെ കോൺക്രീറ്റിന് കൊണ്ടുപോയി. നമുക്ക് ശരിയാക്കാം. ഓക്കെ, ശരി. സൗമ്യ, എന്തുണ്ട് വിശേഷം? ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം. സൗമ്യ, ഞാൻ അന്വേഷിച്ചു. ഇപ്പൊ ഒരു സ്ഥലത്തും ജോലി കിട്ടാനില്ല. ചേട്ടൻ അറിയാലോ, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇത്ര ദിവസമായിട്ടും വീടിൻ്റെ വാടക കൊടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കൊച്ചിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതാണ് അവസ്ഥ. സഹായിക്കാൻ വരുന്നവരുടെ ആവശ്യം വേറെ പലതാ. എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തന്നൂടെ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഒരു സ്ഥലത്തും ഒഴിവുകളില്ല. എന്തെങ്കിലും വന്നാൽ തീർച്ചയായും ഞാൻ അറിയിക്കാം. ശരി ഏട്ടാ, വരട്ടെ. ശരി. സൗമ്യ, അതെ, ഒരു വിദേശ വനിതയ്ക്ക് ഒരു കിഡ്നി വേണം. അവര് പൈസ തരും. തനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ സംസാരിക്കാം. അതാവുമ്പോ തനിക്കൊരു ഉപകാരമാവും. എൻ്റെ മകന് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ വേറെ ആരുമില്ല. ഞാൻ നിർബന്ധിച്ചതല്ല, ഒരു വഴി വന്നപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം.
ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ജോലിക്കൊന്നും പറഞ്ഞ് വന്നിട്ട് വല്ലതും മോഷ്ടിക്കാനായിട്ടായിരിക്കും. ജോലിയൊന്നും ഇല്ല, പോയി പോ. ഡാ, നീ എന്തിനാ അത് കഴിച്ചേ? വിശന്നിട്ടാ അമ്മ. അമ്മ കരയല്ലേ അമ്മേ? മോനെ, അതെ അതെ അതെ, ഒരു വിദേശ വനിതയ്ക്ക് അവര് പൈസ തരും. തനിക്ക് സമ്മതമാണെങ്കിൽ അതാവുമ്പോ തനിക്കൊരു ഉപകാരമാവും. പറഞ്ഞ എമൗണ്ട് ഉണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ റെസ്റ്റ് എടുക്കണം. അധികം ഭാരമൊന്നും എടുക്കണ്ട. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസം ആയതല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. ആ സൗമ്യേ, എന്താ ഇവിടെ? പിന്നെ എൻ്റെ ഒരു ബന്ധു ഇവിടെയുണ്ട്, അവരെ കാണാൻ വന്നതാ. സിന്ധു എന്താ ഇവിടെ? എന്റെ ബന്ധു ഉണ്ടോന്ന് കാണാൻ വേണ്ടി വന്നതാ ഞാൻ. സിന്ധു, നീ എവിടെയായിരുന്നു? ഡോക്ടർമാരെ കാത്തിരിക്കുന്നു. സിന്ധു, നീയും? കുട്ടികൾക്ക് വിശക്കുമ്പോൾ മണ്ണ് വാരി കൊടുക്കാൻ പറ്റില്ലല്ലോ സൗമ്യ. ഇത് എൻ്റെ മാത്രമല്ല. എൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ എൻ്റെ വിധിയെ ഞാൻ പഴിക്കുമ്പോൾ എനിക്ക് ചുറ്റിലും അതേ വിധികൾ പേറി ജീവിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ എൻ്റെ കാഴ്ചയുടെ പരിമിതി കൊണ്ടായിരിക്കാം ഇന്ന് വരെ എനിക്കത് കാണാൻ കഴിയാത്തത്. ഇപ്പോൾ എനിക്ക് ചുറ്റും കാണുന്ന ഓരോ മുഖവും എന്നോട് പറയുന്നത് ഒരേ കഥയാണ്. ആ കഥകളിൽ ഞാനുണ്ട്, എൻ്റെ വേദനകളുണ്ട്. വിശക്കുന്നവന്റെ മുമ്പിൽ നീട്ടിയ ഭക്ഷണപ്പൊതിക്കപ്പുറം അവന് നൽകാൻ ഈ ലോകത്തിൽ മറ്റൊന്നില്ല. ഒരുപക്ഷെ ഭക്ഷണം നൽകിയവന്റെ മുമ്പിൽ മാത്രമായിരിക്കും ഒരാൾ ആത്മാർത്ഥമായി നന്ദി പ്രകടമാക്കിയിട്ടുണ്ടാവുക. ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സൗമ്യ ചേച്ചിയുടെ തട്ടുകടയിലാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ചൂട് തട്ടുദോശയും ചമ്മന്തിയും കഴിക്കാം. അതുപോലെ തന്നെ ഇവിടെ വാഴക്കപ്പവും ഉണ്ട്, ഉഴുന്നുവടയും ഉണ്ട്. ഇതാണ് നമ്മുടെ സൗമ്യ ചേച്ചി. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ ചേച്ചി, ഒരു സെറ്റ് ദോശ ഇപ്പൊ തരാം കേട്ടോ.
ചേച്ചി ഒരു സെറ്റ് ദോശയ്ക്ക് എത്രയാ? 30 രൂപ. ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം തരൂ. ചേച്ചി 2 ദോശ. ആ ഇപ്പം തരാം. മോനെ ഇതാ ക്യാമറ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തേ. ചേച്ചി ദോശ കിട്ടിയില്ല. കിട്ടിയില്ലേ? ആയിരം വാഗ്ദാനങ്ങളെക്കാൾ വലുതാണ് വിശക്കുന്നവന് നീട്ടുന്ന ഒരു കൈക്കുമ്പിൾ ഭക്ഷണം. ഭക്ഷണം വെറുമൊരു ഫാഷൻ സംസ്കാരം മാത്രമായി മാറുമ്പോൾ മറ്റു ചിലർക്കത് തങ്ങളുടെ കുടുംബത്തിൻ്റെ വിശപ്പിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നതാണ്. പൊതിച്ചോറെന്ന വാക്ക് പോലും ഇപ്പോൾ പരിഹസിക്കപ്പെടുമ്പോൾ ആ പൊതിച്ചോറിനായി തിരയുന്ന കണ്ണുകൾക്ക് അത് പ്രതീക്ഷയും ആശ്വാസവുമാണ്.